ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളുടെ പാക്കിംഗ് വീഡിയോ കഴിഞ്ഞുള്ള വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകാൻ തയ്യാറായി നിൽക്കുന്ന സമയത്തെ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പോയി ചായയൊക്കെ ഇട്ടൊരു ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ രാവിലെ കൊറിയർ കൊടുക്കാൻ പോയപ്പോൾ നമ്മുടെ വണ്ടിയുടെ സൈഡിൽ നിന്ന് എന്തോ ഒരു കമ്പി പോലത്തെ സാധനം കൊണ്ടാണ് കേട്ടോ. അതിന്ന് ടി എടുക്കണം, ഇനി സെപ്റ്റിക് ആവണ്ടെന്ന് വിചാരിച്ച് ടി എടുക്കാൻ വേണ്ടി പോകുന്ന പോക്കാണ് കേട്ടോ ഇത്. പണികളെല്ലാം എന്നെ തേടി വരുമെന്ന് കേട്ടില്ലേ, അതുപോലെയാണ് കേട്ടോ ഈ ധൃതി പിടിച്ച അവസ്ഥയിൽ. ഇതിൻ്റെ ഇടയ്ക്ക് ഇത്രയും സമയം കൂടെ എൻ്റെ വേസ്റ്റായി പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ പോവുകയാണ് കേട്ടോ. ആദ്രം എന്നാണ് പേരിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇതിൻ്റെ വേദനയെക്കാളും ആ ബില്ല് വന്നപ്പോൾ ഉള്ള വേദനയാണ് കൂടിയത് കേട്ടോ. നല്ല റേറ്റ് ആയിരുന്നു. ഒരു ടി എടുക്കുന്നതിനും ഇതുപോലെ ഒന്ന് ഡ്രസ്സ് ചെയ്യുന്നതിനും അവർ മേടിച്ച പൈസ എന്ന് പറയുന്നത് കഠിനമാണ് കേട്ടോ. ആ പോട്ടെ, അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പണികൾ വന്നുകൊണ്ടേയിരിക്കും. അതങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടുന്ന് ഡ്രസ്സ് ചെയ്തിട്ട് ഇറങ്ങിയപ്പോൾ ഇതുപോലെ ഒരു ഓയിൽമെൻറ്റ് തന്നു കേട്ടോ. ഈ ഓയിൽമെൻറ്റ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഈ ഓയിൽമെൻറ്റ് തന്നു തേക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ വീട്ടിൽ പോയി കേട്ടോ. സമയം ഒരു 5 മണി 5:30 ആയി കേട്ടോ. അതിനുശേഷം നമുക്കിനി പോകാൻ നേരത്ത് ഫുഡ് കഴിച്ചിട്ട് വേണം പോവാൻ. 8:30 ഇറങ്ങിയാലേ ഉള്ളൂ വെളുപ്പിന് അവിടെ എത്തത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കി കറി ഉണ്ടാക്കാനാണ് ഇരുന്നത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും ചേച്ചി കറി കൊണ്ട് തന്നു. നമ്മുടെ വീട്ടിലെ തൊട്ടടുത്ത് ചേച്ചി കറി കൊണ്ട് തന്നു. സാമ്പാറും ബീഫിൻ്റെ കറിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുമായിട്ട് കൂട്ടി കഴിച്ചു. ഇനി സെപ്പറേറ്റ് കറി ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഒരു മാങ്ങ ഞാൻ ചെത്തിയിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി മധുരക്കുറവുള്ളതുകൊണ്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അവന് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വെച്ച് തിന്നാം. പക്ഷേ അത് തിന്നൊന്നുമില്ല. കാരണം ഇറങ്ങിയപ്പോൾ മോന് ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും കഴിച്ചില്ല. പക്ഷേ മോള് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റ് ആയിട്ടില്ല എന്തായാലും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചത് ഈ കുപ്പിയും ഈ ലഞ്ച് ബോക്സിനേക്കാൾ ഉപരി ഇതൊരു സ്നാക്സ് ബോക്സ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല കേട്ടോ. കാരണം പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ചൂടുള്ളതൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്നാക്സ് ബോക്സ് ആണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അതുകൊണ്ട് ലീക്കേജ് ഒന്നുമില്ല. ഞാൻ ലീക്ക് ആവുന്നുണ്ടോ നോക്കിയതാണ് കേട്ടോ. ലീക്കേജ് ഒന്നുമില്ല. അടിപൊളി കോംബോ ഓഫറാണ് കേട്ടോ. എന്തായാലും മേടിക്കുക. അപ്പോൾ നമ്മൾ 8:30 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.